ജഗദീഷ് ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രതിഭയുടെ ഓർമ്മകളാണ് ഇന്നിവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകും. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു നന്ദിയുടെയും കടപ്പാടിൻ്റെയും ഒക്കെ ആ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം, അതിന് പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എത്രയോ അധികം പടങ്ങൾ ഇപ്പം ഈ ജഗദീഷേട്ടനെ പറ്റി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാം. ഒന്ന് ഒരു പ്രൊഫഷണൽ അധ്യാപകനാണ്, അവിടുന്ന് വരുന്നു. പിന്നെ അവതാരകനായി ജഗദീഷേട്ടനെ നമുക്ക് കൊണ്ടു നിർത്താം, പാട്ടുകാരനായിട്ട് നമുക്ക് ജഗദീഷേട്ടനെ കൊണ്ടു നിർത്താം, അഭിനേതാവായിട്ട് കൊണ്ടു നിർത്താം. ഒരുപക്ഷെ ഞാൻ വേണുചേട്ടന് കണ്ടിട്ടുള്ള ഒരു സവിശേഷത ഇത് തന്നെയാണ്. വേണുചേട്ടൻ പല സംഘങ്ങളിലുണ്ട്. ചില നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന സംഘത്തിലുണ്ടാകും. ചില ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനായിട്ട് വേണുചേട്ടനെ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം വേണുചേട്ടനോടൊപ്പം വേണുചേട്ടൻ എന്ന് പറയുന്നത് ബഹുമുഖ പ്രതിഭ. അതെ, ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രതിഭ. അങ്ങനെ കണക്കാക്കണം. ആ സ്കെയിൽ എന്ന് പറയുന്നത് വേണുചേട്ടൻ ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് ആയിരുന്നു. അതെ, മൃദംഗം, പിന്നെ താളവുമായി ബന്ധപ്പെട്ട ഏത് ഇൻസ്ട്രുമെന്റും നന്നായിട്ട് വായിക്കും. അതിന് ഇൻസ്ട്രുമെന്റ് വേണമെന്നില്ല, മേശപ്പുറത്താണെങ്കിലും കണ്ടിട്ടുണ്ട്, വായിക്കും ഗംഭീരമായിട്ട്. പിന്നെ നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും, നന്നായിട്ട് അഭിനയിക്കും, സംവിധാനം ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നാടകത്തില് അതുല്യനായിട്ടുള്ള കലാകാരനാണ്. ഇനി നമ്മൾ ഇപ്പൊ നാടകവും സിനിമയും തമ്മിൽ അതിന്റെ അഭിനയത്തിലും പ്രവൃത്തികളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പിന്നീട് ടെലിവിഷൻ വന്നപ്പം ടെലിവിഷന്റെയും സിനിമയുടെയും അഭിനയത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നവരുണ്ട്. ടെലിവിഷനിലും വേണുചേട്ടൻ എത്രയോ വലിയ പരമ്പരകളിലും, അത് ദൂരദർശന്റെ കാലം മുതലുള്ള പരമ്പരകളിൽ ഒന്നിച്ചുണ്ട് അല്ലേ? അത് കേരളത്തിലെ ആദ്യത്തെ TV സീരിയൽ സംവിധാനം ചെയ്തത് നെടുമുടി വേണുചേട്ടനാണ്. ഒരു കാര്യം മാത്രം പറയാം രമേശ്, ഓരോ ദിവസവും എന്നെപ്പോലുള്ള നടന്മാർക്ക് ഇനിയും ബഹുദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നെടുമുടി വേണു. ഒന്നുമല്ല അച്ചീവ് ചെയ്തത്, ഒന്നുമല്ല. നമ്മളിനിപ്പോൾ കുറച്ച് അവാർഡുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, സന്തോഷം. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ റേഞ്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും, അത് അതിവിനയം കൊണ്ട് പറയല്ല, സത്യസന്ധമായിട്ട് പറയാണ്. ഒരു കഥാപാത്രം, അച്ഛൻ, പള്ളിയിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ എത്രയോ അച്ഛന്മാർ, ഒരു അച്ഛനും വേറൊരു അച്ഛനുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല. എത്രയോ നല്ല ഷോളൊക്കെ ഇട്ട് വല്ല തറവാട്ടിലൊക്കെ വന്നിരുന്ന് സംഗീതജ്ഞനായിട്ട് വരുമ്പോൾ അങ്ങനെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കഥാപാത്രങ്ങളിൽ പക്ക ലോക്കലായി ഏറ്റവും വിവരമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പണ്ഡിതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വിവരമില്ലാത്ത ആള് കമലദളം, ആ കലാമണ്ഡലം, ചെറിയ സീനുള്ളെങ്കിലും അതിലും അദ്ദേഹം ഗംഭീരമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു രാജഗുരുവായിട്ട് വന്നാ ഓക്കെ, മഹാരാജാവായിട്ട് വന്നാ ഓക്കെ, മഹാരാജാവിന്റെ അവിടെ ഏറ്റവും ചെറിയൊരു സേനാനിയായിട്ട് വന്നാലും. ഞാൻ വേണുചേട്ടനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില കഥാപാത്രങ്ങളെയും ഇപ്പം വലിയ സർഗത്തിലെ കഥാപാത്രം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മനസ്സിനക്കരെ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിൽ വീട് വീതം വെക്കുന്ന ഒരു രംഗം വന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വേണുചേട്ടൻ പെട്ടെന്ന് കയറുന്ന എന്തോ ഡയലോഗ് പറയുമ്പം, കാര്യം നിങ്ങളുടെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല, പക്ഷേ ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോകപരിചയം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം ഈ കഥാപാത്രം ലോറി ഡ്രൈവറാ. ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, വേണുചേട്ടാ അത് തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടോ? കാരണം ലോറി ഡ്രൈവറാണ് ഈ കഥാപാത്രം, അയാളുടെ ലോകപരിചയത്തിന് കൈ ഇങ്ങനെ കറക്കണം എന്ന് എഴുതി കഴിഞ്ഞപ്പോ ഇല്ല, അത് ഞാനൊരു ലോറി ഡ്രൈവർ ആണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ അപ്പം അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു. ഒരു വശത്ത് ഹിസൈനസ് അബ്ദുള്ളയിലെ മഹാരാജാവിനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു, വേറെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ പോലെയുള്ള സമൂഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാട്ടുളി ഗോവിന്ദനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പോഴുള്ള ശരീരഭാഷയും എല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ച് വർത്താനം പറയുന്നതൊക്കെ അല്ല, പ്രേമത്തിന്റെ ഒരു കോൺട്രാസ്റ്റ് വേണുചേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല. കാരണം ഒന്ന്, പ്രേമത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന തകരയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ചെല്ലപ്പനാശാരി. വേറൊന്ന്, രചനയിൽ പ്രേമിക്കുന്നു പാവത്താനാണ്. ഒരു ഏറ്റവും സാധുവായിട്ടുള്ള, തകരയേക്കാളും സാധുവായിട്ടുള്ള മനുഷ്യനാണ് രചനയിലെ കഥാനായകൻ. നെടുമുടി വേണുചേട്ടൻ എല്ലാം വിദ്യാമയമായിട്ടുള്ള ആ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് അഭിനയമായിരുന്നു എന്ന് അറിയുമ്പോൾ വേണുചേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. വിട പറയും മുംബൈയിൽ ഡൈയിങ് പേഷ്യന്റ്, സേവിയർ, ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, എത്രയോ സിനിമകള് വില്ലനായിട്ട് നമ്മൾ വന്ദനം പോലെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് സംവിധായകർ പറയും വേണുചേട്ടനില്ല. പിന്നെ വേണുചേട്ടനൊക്കെ ഇല്ലാതെ വരുമ്പോ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇടേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഒരു ഗതിയായിട്ടാണ് സംവിധായകൻ.